ഹലോ. അതെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു കൊച്ചു സന്തോഷം കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് പോകാൻ പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്. അതെവിടെയാണെന്ന് നമുക്ക് വഴിയെ കാണാമേ. അങ്ങനെ ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി. ഇത് കൊല്ലം സ്റ്റേഷനാണ് കേട്ടോ. കൊല്ലം സ്റ്റേഷനിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തിരുന്ന നേത്രാവതി എക്സ്പ്രസ് ദേ എത്തി കേട്ടോ. ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സുണ്ട്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. എൻ്റെ കോളേജ് ലൈഫിന് ശേഷം എനിക്ക് അതേ വൈബിൽ കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് ലൈഫ് ആണ് എനിക്കിപ്പം ഫീൽ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദേ എറണാകുളം സ്റ്റേഷനിലെത്തി. ഊബറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചുള്ളൊരു ന്യൂ ഇയർ. അപ്പം ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഊബർ കിട്ടി. ഞങ്ങൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന്. സാധാരണ എല്ലാ ന്യൂ ഇയറും വീട്ടിൽ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടാവില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. റൂമിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത് 6 മണിക്കാണ്. ഇനിയിപ്പം സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല, കാര്യം അങ്ങോട്ട് പറയാം. ഞങ്ങൾ പോകുന്നത് വണ്ടർലയാണേ. അപ്പോൾ വണ്ടർലയിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ 6 to 12 ആണ്. നമുക്ക് ലാൻഡ് റൈഡ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, റീകോയിലിൽ എനിക്ക് മസ്റ്റായിട്ട് കയറണം, അതെന്തായാലും കയറിയിട്ടേ വരുമെന്ന്. ലാൻഡ് റൈഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് ന്യൂ ഇയർ പ്രോഗ്രാംസും DJയും എല്ലാം ഉണ്ട്. ഫുഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് 7 മിനിറ്റേ ഉള്ളൂ ഞങ്ങളുടെ റൂമിൽ നിന്ന്. അവിടെ നിന്ന് ഊബർ പിടിച്ചു കേട്ടോ, ഓട്ടോയാണ് പിടിച്ചതേ. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു, ഓക്കെയാണ്, നമുക്കങ്ങനെ അടിപൊളിയായിട്ട് റൈഡിലൊക്കെ കയറാം. സാധാരണ നമ്മൾ വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ റൈഡിലും, പ്രത്യേകിച്ച് ത്രില്ലിങ് റൈഡിലെല്ലാം നമ്മൾ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും. കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ വഴിയിലൊന്നും അത്ര തിരക്കേ ഇല്ല. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാണ് ചെന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല തിരക്കാണെന്ന്. കൂടുതൽ പേരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നവരാണ് കേട്ടോ. അപ്പോൾ അവിടെ ന്യൂ ഇയറിൻ്റെ പാട്ടായിട്ടും ക്രിസ്മസിൻ്റെ പാട്ടായിട്ടൊക്കെ ഫുള്ള് അവർ അലങ്കരിച്ചിട്ടേക്കാണേ. പിന്നെ ഇവിടെ നിന്ന് ഒരാളും കൂടെ നമ്മുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനിയിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്നൊരു കുട്ടിയാണ്. അവളും കൂടെ ഞങ്ങളുടെ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. അവൾ ഓൾറെഡി കൊച്ചിയിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അവൾ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ആ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് അതെല്ലാം കണ്ടിട്ട്. ടിക്കറ്റ് എടുക്കാൻ കുറച്ചധികം സമയം തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. ഏകദേശം 8 വർഷത്തിന് മുന്നെയാണ് ഞാൻ വണ്ടർല വന്നിട്ടുള്ളത്. ആഫ്റ്റർ 8 ഇയേഴ്സാണ് ഞാൻ പിന്നെയും വണ്ടർല വന്നിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടെ ഒരു ത്രില്ലിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടി നമ്മളിതേ ജസ്റ്റ് അകത്തോട്ട് കയറി. അകത്തോട്ട് ഇതിലും രസമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടാണ് അവർ ലൈറ്റിങ്ങും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതേ ആദ്യം കുറച്ച് ഷോസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് നിയോൺ പാർട്ടി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഫസ്റ്റിൽ 7 മണിക്ക്. അതൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇന്നെന്താ പറയണേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ റൈഡിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് റീകോയിലിൽ കയറണം എന്നാണ്. അങ്ങനെ ഞങ്ങളിത് അതിലേക്ക് നടക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് മെയിനായി വന്നത് കേട്ടോ. പക്ഷേ ഇത് കയറിയതും എൻ്റെ കിളിയും ആത്മാവും ഒക്കെ എവിടെയോ പറന്നുപോയി. ഈ റൈഡ് 100% ത്രില്ലിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് അധികം നേരം ക്യൂ നിന്നിട്ടാണ് ഈ റീകോയിൽ കയറിയത്. ഓരോരുത്തരുടെ കൂക്കലും വിളിയും കേട്ടിട്ട് തിരിച്ചിറങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചു കേട്ടോ. എങ്കിലും ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷേ ഗൈസ്, മസ്റ്റ് ട്രൈ ആയിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് DJക്ക് കയറി കേട്ടോ. 1/2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ഡി ജെ പറ്റി പറയാനാണെങ്കിൽ അവരുടെ ഫേസ്റ്റിലെ ഇട്ട കുറച്ച് പ്ലേലിസ്റ്റൊക്കെ കുറച്ച് ബോറായിരുന്നു. ബോർ മീൻസ് നമുക്ക് അധികം അറിയാത്തൊക്കെ സോങ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു ത്രില്ല് കുറവുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പം നല്ല രീതിയിൽ നമുക്ക് അടിപൊളി പ്ലേലിസ്റ്റൊക്കെ അവരിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഫുൾ ഡാൻസ് ആയിരുന്നു, നല്ല തിരക്കുമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ എല്ലാവരും മതി മറന്ന് എൻജോയ് ചെയ്യാണ് ന്യൂ ഇയർ. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. ഇതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ആ പാട്ടൊക്കെ കേട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. 1/2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികം ക്ഷീണിച്ചില്ല.
എല്ലാം മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മളിത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, അൺലിമിറ്റഡ് ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിച്ചതിന് ശേഷം ഇനി ഏതെങ്കിലും റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരുടെയും വയറ് ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഏതിൽ കയറുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ജൈൻറ്റ് വീൽ കണ്ടത്. ഇത് ഒരു പ്രശ്നവുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് നമുക്ക് ആ ഓവറോൾ വ്യൂ കാണാൻ പറ്റും. വളരെ പയ്യാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജൈൻറ്റ് വീൽ ചൂസ് ചെയ്തു. ഞങ്ങളെല്ലാവരും കയറി കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ വണ്ടർലയിൽ പോയിട്ട് ഇതുവരെ ജൈൻറ്റ് വീൽ കയറിയിട്ടില്ല. കാരണം നമ്മൾ ബാക്കി എല്ലാ റൈഡും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അത് 10 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടുത്തെ ലാൻഡ് റൈഡ് എല്ലാം. അപ്പോൾ ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 10 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയത് കേട്ടോ. ആദ്യം അവർ പറഞ്ഞു ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞു, എങ്കിലും ഞങ്ങൾ അവരുടെ കാല് പിടിച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് കയറിയത്. ഇത് കഴിഞ്ഞിട്ട് മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര രസമായിരുന്നു. സ്റ്റേജ് ഇൻട്രാക്ഷനൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് എല്ലാവരും ഇളകി. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ സമയമായപ്പോൾ 10 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. റൈഡ് എല്ലാം ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ആ ഗ്രൗണ്ടിൽ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ന്യൂ ഇയറിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഈ ട്രിപ്പോടെ മാറി കേട്ടോ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ന്യൂ ഇയറിന് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കോളേജ് സ്റ്റുഡൻസും ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. അവിടെ ഫുള്ള് ഫാമിലീസ് ആയിരുന്നു, കൂടുതലും ഫാമിലീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെ വീട്ടിലെല്ലാവരും ആയിട്ടാണ് എൻജോയ് ചെയ്യാൻ വന്നത്. കൊച്ചു കുട്ടികൾ തൊട്ട് നല്ല പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെയല്ലേ വേണ്ടത്. നമ്മുടെ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ റിയലൈസ് ചെയ്യുന്നത്. 2025 അത്ര നല്ലൊരു വർഷമല്ലായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നടന്ന വർഷമാണ്. അതുകൊണ്ട് ഈ 2025 എനിക്കൊരുപാട് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് എല്ലാം കളിച്ച് മതിമറന്ന് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അവിടെ 12 മണിയായി ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഫയർ വർക്ക്സ് മാത്രമല്ല കേട്ടോ, പാപ്പാജി ഉണ്ട്. അത് സാധാരണ നമ്മൾ ഫോർട്ട് കൊച്ചിയിലായത് ഉണ്ടെന്ന് കണ്ടിട്ടുള്ളത്, അത് ന്യൂസിലൊക്കെ. ഇത് ശരിക്കും കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു. ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പാപ്പാജിയെ കത്തിക്കാനുള്ള ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത്രയും വർഷം കൊണ്ട് എത്രയോ ന്യൂ ഇയർ വീട്ടിലിരുന്ന് വെറുതെ വേസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു കേട്ടോ എനിക്ക് ആ സമയം. അങ്ങനെ ആ ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞതേ പാപ്പാജി അവർ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ അത്രയും വലുതൊന്നും അല്ലെങ്കിലും ഇതൊരു ചെറിയ പാപ്പാജി. അങ്ങനെ ലോകമെമ്പാടും 2026 വരവേൽക്കുമ്പോൾ അതിന് സാക്ഷിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഈ ന്യൂ ഇയറിന്. ഈ ന്യൂ ഇയർ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലം നേരിട്ട് അനുഭവിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനിയിപ്പം നല്ല വർഷം അല്ലെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. എല്ലാം നമ്മൾ ഫേസ് ചെയ്യണ്ടേ ലൈഫിൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായി കേട്ടോ. അപ്പം ഈ ഫയർ വർക്ക്സും കൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1-2 പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് കാണാൻ നിന്നില്ല, ഞങ്ങൾ ഇറങ്ങി. അത്രയ്ക്ക് ടയേർഡായിരുന്നു. പിന്നെ ഊബറിന് വേണ്ടി കുറച്ച് നേരം ഞങ്ങളവിടെ പോസ്റ്റായി കേട്ടോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞങ്ങൾക്ക് ഊബർ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻ സക്സസ്ഫുള്ളി ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം കണ്ടില്ലേ, 1:15. അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.